ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം എനർജി സംഭവം നോക്കാം. എന്താണ് യൂണിവേഴ്സ് തരുന്ന ഡയറക്റ്റ് ഗൈഡൻസ് നോക്കാം. എന്താണ് ഇന്ന് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ്, യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? ഓക്കെ, ഗൈഡിങ് സ്റ്റാർ ആണ്. ഹോപ്പ്, ഇൻസ്പിറേഷൻ ആൻഡ് പർപ്പസ് ഇല്യൂമിനേറ്റ് യുവർ പാത്ത് ആണ്. അപ്പോൾ ഇന്ന് വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. ഇൻസ്പിറേഷണലായിട്ടുള്ള മറ്റുള്ളവരുടെ സ്റ്റോറീസ് കേൾക്കും, അത് കേൾക്കാനുള്ള ദിവസമാണെന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങളതിൽ നിന്ന് മോട്ടിവേഷൻ ഉൾക്കൊള്ളണം. കാരണം നിങ്ങളുടെ പർപ്പസ്, നിങ്ങളുടെ സോൾ പർപ്പസ് ചിലപ്പോൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം, നിങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ത് തന്നെയായാലും അത് നിങ്ങളുടെ പർപ്പസിലേക്ക്, സോൾ പർപ്പസിലേക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വഴിയെ ഇല്ലുമിനേറ്റ് ചെയ്യുന്നതാണ്. ശരിക്കും ഒരു ഹീലിംഗ് പർപ്പസസിലേക്കൊക്കെ പോകുന്ന ആളുകളായിരിക്കും നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും മറ്റുള്ളവരുടെ ഇന്നർ പെയിനിനെ ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇന്ന് ആരെങ്കിലും സഹായം ചോദിച്ചു വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഉപദേശം ചോദിക്കുക, അവരുടെ പ്രശ്നങ്ങൾ വന്ന് നിങ്ങളോട് പറയുക. അപ്പോൾ നിങ്ങൾ അവർക്ക് ഉപദേശം കൊടുക്കണം എന്നാണ് പറയുന്നത്. അത് നിങ്ങളുടെ സോൾ പർപ്പസ് ആണ് എന്നും പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഹീൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹീലിങ്ങിൽ നിങ്ങൾക്ക് ഒരു ബ്രൈറ്റർ പോസിബിലിറ്റി ഉണ്ട്. അതാണ് യൂണിവേഴ്സ് നിങ്ങളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഉള്ള വഴിയിലാണ് നിങ്ങൾ. ആ വഴിയെ നിങ്ങൾ പ്രകാശിതമാക്കുക. നിങ്ങൾ പോകുന്ന വഴിയിൽ ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ പരിഹാരം പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്ന് എന്തായാലും നിങ്ങളുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ സഹായം ചോദിച്ചു വരിക, ഉപദേശം ചോദിച്ചു വരിക, അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു വരിക, അതിനുള്ള സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദെൻ ദ മൈൻഡ് ഡാൻസർ ആണ്. നിങ്ങളിന്ന് കൂടുതൽ ചോദ്യങ്ങൾ, നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്ത ഇടങ്ങൾ എവിടേക്കാണെന്ന് കണ്ടുപിടിക്കുക. നിങ്ങൾ എവിടേക്കാണ് സ്റ്റക്കായത്, അവിടെ നിങ്ങളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാനാണ് പറയുന്നത്. നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നിങ്ങൾ ആകാംക്ഷയോടുകൂടി ഇരിക്കുക. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക, അതിനുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഞാൻ എന്തുകൊണ്ടാണ് ഈ അവസ്ഥയിൽ വന്നിരിക്കേണ്ടി വന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്, എന്താണ് എനിക്ക് പറ്റിയത്, എൻ്റെ കയ്യിൽ എന്ത് ഫോൾട്ടാണ് ഉണ്ടായിരുന്നത്. കാരണം ഇങ്ങനൊരു ഇൻട്രോസ്പെക്ഷൻ ഉണ്ടായെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് സംഭവിച്ച തെറ്റ് ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും, എനിക്ക് ശരിക്കും എന്താ പറ്റിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് തന്നെ ഓപ്പൺ ആയിരിക്കാനാണ് പറയുന്നത്. നിങ്ങളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾക്കിടയിലുള്ള ഉത്തരങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ പരതിക്കൊണ്ടിരിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻട്രോസ്പെക്ഷൻ ആണ് കേട്ടോ. ദെൻ ദ തേർഡ് കാർഡ് ദ സീഡ് പ്ലാന്റർ ആണ്. നിങ്ങൾ പുതിയ ജോബായിരിക്കാം, പുതിയൊരു ഐഡിയ ആയിരിക്കാം, പുതിയൊരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കും ഇന്നേ ദിവസം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരു പുതിയ ആശയമായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു പുതിയ തുടക്കമാണെന്ന്. അത് നിങ്ങൾ എന്തോ ഒന്ന് ഭാവിയിൽ പുഷ്പിക്കാനുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ ഇന്ന് തുടങ്ങുന്നു എന്നാണ്. ഒരു പുതിയ ആശയം നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ജോലി ഇന്ന് തുടങ്ങുന്നതായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് ഏർപ്പെടുന്നതായിരിക്കാം. എന്ത് തന്നെയായാലും വളരെ ശ്രദ്ധിച്ചതിനെ കൈകാര്യം ചെയ്യാം. വളരെയധികം സൂക്ഷ്മതയോടുകൂടി നിങ്ങളതിനെ പരിപാലിക്കണം. എന്നാൽ മാത്രമാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് വെച്ച് നീട്ടിയിട്ടുള്ള ഒരു അവസരമാണ് എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു സാഹചര്യം വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൻ്റെ അവസാനമായിരിക്കും. അപ്പോൾ ഏതൊരു സാഹചര്യം കൊണ്ടാണോ നിങ്ങൾ ഈ ഒരു കണ്ടീഷനിൽ വന്ന് നിൽക്കുന്നത്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു അബണ്ടൻസ് ആണ് ഇന്ന് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് പുതിയതായിട്ട് തുടങ്ങുന്നത് എങ്കിലും അത് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു ഗൈഡൻസ് ആണ്, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന വെച്ച് നീട്ടുന്ന ഒരു അവസരമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആർക്കൊക്കെയോ പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ ഇന്നേ ദിവസം തുടങ്ങാൻ സാധ്യതയുണ്ട്. ഓക്കെ, പുതിയ തുടക്കമാണെന്നാണ് കാണുന്നത്. ഒരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം കേട്ടോ. ചിലപ്പോൾ ഒരു ജോലി ആയിരിക്കാം, പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ആശയം നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരുന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്.
ചില സമയങ്ങളിൽ നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് വരാനും ഇപ്പം നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ ഇരിക്കുന്നത് അവിടെ നിന്നെല്ലാം ഇറങ്ങി ഓടിപ്പോവുക, അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നുക. ഇപ്പോൾ റിലേഷൻഷിപ്പുകളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിൽക്കുക, ഏത് സാഹചര്യത്തിലാണോ നിൽക്കുന്നത് അതിനോടുള്ളൊരു ഇഷ്ടം പോയിട്ട് ഇതല്ല എനിക്ക് പോകേണ്ടത്, എനിക്ക് വേറെ എവിടെയോ ആണ് പോകേണ്ടതെന്നൊരു തോന്നൽ വരികയും അവിടെ ഒരു ഇഷ്ടമില്ലായ്മ ഫീൽ ചെയ്യാനും സാധ്യതയുണ്ട്, ഒരു ഡിറ്റാച്ച്മെൻറ്റ് തോന്നാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പോകേണ്ട വഴി ഇതല്ല, എനിക്ക് വേറെ എങ്ങോട്ടോ ആണ് പോകേണ്ടതെന്ന് തോന്നുക, പുതിയൊരു തുടക്കം വേണം എന്ന് ആഗ്രഹിക്കുക. അപ്പോൾ അവിടെ ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതാണ് ഈ പറഞ്ഞ 8 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഒരു ഡിറ്റാച്ച്മെൻറ്റ് തന്നെയാണ് കേട്ടോ. പുതിയ തുടക്കമാണെങ്കിൽ പോലും ഇപ്പോൾ ഉള്ളതിനോടുള്ളൊരു നിർവികാരതയാണ് കാണുന്നത്. ദെൻ 3 ഓഫ് സോഡ്സ് ആണ്. ഒരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജ് കാണുന്നുണ്ട്. ആർക്കൊക്കെയോ ചിലപ്പോൾ ഒരു നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ഇപ്പം ചില മരണങ്ങളൊക്കെ ചിലപ്പോൾ കേൾക്കാൻ സാധ്യത ഉണ്ടായിരിക്കും. അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു ഡിറ്റാച്ച്മെൻറ്റ്, ഈ ജീവിതം കൊണ്ട് അർത്ഥമൊന്നുമില്ല, അല്ലെങ്കിൽ ആളുകളോട് സ്നേഹം കാണിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ലെന്നോ ഒക്കെ നിങ്ങൾക്കൊരു ഡിറ്റാച്ച്മെൻറ്റ്, ഈ ജീവിതത്തിലുള്ളൊരു വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നതാകാൻ സാധ്യതയുണ്ട്. 3 ഓഫ് സോഡ് ഉണ്ട്. അപ്പോൾ ഹാർട്ട് ബ്രോക്കൺ ആവാൻ സാധ്യതയുണ്ട്. മേ ബി നിങ്ങൾ പാസ്റ്റിൽ തന്നെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഇന്നേ ദിവസം അതേ പെയിനിലൂടെ നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതേ പെയിൻ വീണ്ടും വീണ്ടും നിങ്ങളത് ഓർത്ത് വേദനിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കടന്നു പോകാനോ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് 4 ഓഫ് വാണ്ട്സ് ആണ്. പ്രത്യേകിച്ചും നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നടക്കാതെ വരുമ്പോഴായിരിക്കും നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ഇന്ന് നടക്കും എന്ന് വിചാരിച്ചൊരു കാര്യം നടക്കാതിരിക്കുക. ഇപ്പോൾ ആരെങ്കിലും വിളിക്കും എന്ന് വിചാരിച്ചാൽ വിളിക്കാതിരിക്കുക, ജോലിക്ക് ഇന്ന് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടും എന്ന് വിചാരിച്ചാൽ കിട്ടാതിരിക്കുക, അങ്ങനെ ഒരു ഡിസപ്പോയിൻമെൻറ്റിലിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചോ അത് നടക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നൊരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജിലാണുള്ളത്. ചിലർക്ക് റിലേഷൻഷിപ്പിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പിലെ കോൺഫ്ലിക്റ്റ് കൊണ്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അതിനെ ഓർത്ത് വേദനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. റിലേഷൻഷിപ്പിലെ കോൺഫ്ലിക്റ്റുകളായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ മാരീഡ് ലൈഫിലുള്ള ചില കോൺഫ്ലിക്റ്റുകളായിരിക്കാം. ദെൻ ജസ്റ്റിസ് ആണപ്പോൾ അതൊരു കാർമിക് സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ കോൺഫ്ലിക്റ്റഡ് ആയിട്ടിരിക്കുന്നത് 3 ഓഫ് സോഡിൻ്റെ എനർജി ഇരിക്കുന്നത് ഏത് തന്നെ കാര്യമാണെങ്കിലും അത് ഓഫ് കോഴ്സ് 3 ഓഫ് സോഡ് വരുന്നത് കാർമിക് സിറ്റുവേഷൻ ആണ്. ഇവിടെ ജസ്റ്റിസ് കാർഡും ഉണ്ട്. അപ്പോൾ അതൊരു കാർമിക് ആയിട്ടുള്ളൊരു കാര്യം എൻഡ് ആവുന്നതാണ്. നിങ്ങളത് അനുഭവിക്കേണ്ടത് തന്നെയാണ്. അവിടെ നിന്ന് നിങ്ങളൊരു പാഠം ഉൾക്കൊള്ളേണ്ടതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ ഒരു ജസ്റ്റിസ് നടപ്പിലാവേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ ഇന്നേ ദിവസം ചിലപ്പോൾ കോടതിയിൽ കേസുകളൊക്കെ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ അവിടെ ഇന്നൊരു നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതായിരിക്കില്ല ഇന്നത്തെ വിധി എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളവിടെ ഹാർട്ട് ബ്രോക്കൺ ആവുന്നതാകാൻ സാധ്യതയുണ്ട്. നീതി നിഷേധിക്കപ്പെടാനാണ് സാധ്യത. നീതി നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ളൊരു നീതി കിട്ടാതിരിക്കുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. ദെൻ പേജ് ഓഫ് സോഡ്സ് അത് പാസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ പാസ്റ്റിൽ മറ്റൊരാളോട് ചെയ്തിട്ടുള്ള ഒരു നീതികേട് ഇന്ന് തിരിച്ച് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഇപ്പോൾ ജസ്റ്റിസിൻ്റെ കാർഡുകൊണ്ട് പേജ് ഓഫ് സോഡും ഉണ്ട്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുള്ള എന്തോ ഒരു കാര്യം ഇന്ന് നിങ്ങൾക്ക് തിരിച്ചനുഭവിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് നല്ല സമ്മർദ്ദവും വേദനയും വിഷമവും ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ ഇന്ന് ഒരു പണ്ടുണ്ടായിരുന്ന നിങ്ങൾ പണ്ട് അനുഭവിച്ച കടുത്തൊരു വേദനയിൽ നിന്ന് പുറത്ത് വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ കടുത്ത വേദന അനുഭവിച്ച സാഹചര്യം ഇന്ന് വീണ്ടും റിപ്പീറ്റഡ് ആകാനോ അല്ലെങ്കിൽ അതിനൊരു തുടർച്ച ഉണ്ടാകാനോ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കാരണം മുമ്പ് ഒരു തീരുമാനം എടുത്തത് അപക്വമായി പോയതുകൊണ്ടാണ് നിങ്ങൾ വേദനിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഇപ്പോൾ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് അറിയാതെ ഒരു സിറ്റുവേഷനിൽ നിൽക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും എന്നാണ് കാണുന്നത്. പിന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോവുക, റിസ്ക് എടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അഡ്വഞ്ചറസ് ആയിട്ടോ റിസ്കി ആയിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെയാണ് പേജ് ഓഫ് സോഡ് പറയുന്നത്. പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. ദെൻ ക്വീൻ ഓഫ് സോഡ്സ് ചോദ്യം ചെയ്യാനും ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, നിങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിച്ച കാര്യങ്ങൾ അവർ ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ അവരെ ചോദ്യം ചെയ്യുക, അങ്ങനെ ഒരു ചോദ്യം ചെയ്യുക ചെയ്യപ്പെടുക എന്നുള്ളൊരു എനർജി ഉണ്ട്. ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മനസ്സിലുള്ള കാര്യങ്ങൾ വ്യക്തി തുറന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞ് മറ്റുള്ളവരിൽ നിന്നൊരു അപ്രീതി സമ്പാദിക്കുക, ദേഷ്യം സമ്പാദിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കോൺഫ്ലിക്റ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ ഉണ്ടാവുക, അതിനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ നിങ്ങളതിനെ ചോദ്യം ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട്. ദെൻ 3 ഓഫ് കപ്സ് ആണ്. അപ്പോൾ
ഇവിടെ ഒരു സെലിബ്രേഷൻ്റെ കാർഡുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ചേർന്നിട്ട് എവിടെയെങ്കിലും ഒരുമിച്ചൊരു ട്രിപ്പ് പോകുന്നതാവാം, അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കുന്നതാവാം, ഒരുമിച്ച് സന്തോഷത്തോടുകൂടി ഇരിക്കുന്നതാകാം, എന്തെങ്കിലും കൊണ്ടുവച്ച് പങ്കിട്ട് കഴിക്കുന്നതാവാം, പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നതാവാം. അങ്ങനെയുള്ളൊരു സെലിബ്രേഷൻ്റെ കാർഡുണ്ട്. ഫ്രണ്ട്ഷിപ്പിൻ്റെ കാർഡ് കൂടിയാണ് 3 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇന്ന് സെലിബ്രേഷന് പങ്കെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു ഗ്യാതറിംഗ് ആയിരിക്കാം, കൂട്ടുകാർ കൂടി ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നതാകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. ദെൻ ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ, നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ മറ്റുള്ളവർക്കും കൂടെ പങ്കിട്ട് എടുക്കുക. പിന്നെ നമുക്ക് വളരെ അൺകണ്ടീഷണലായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുക, മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചോദിച്ചാൽ അത് ചെയ്തു കൊടുക്കുന്നതിന് ഒരു പരാതിയും പരിഭവവും ഇല്ല, അത് ചെയ്തു കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുന്ന അവസ്ഥ, എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനായിട്ട് വേദനയില്ലാതെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കാനൊക്കെ പറ്റുന്നൊരു ദിവസമായിട്ടാണ് ക്വീൻ ഓഫ് കപ്സ് പറയുന്നത്. ഇത് ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹീലിംഗ് ആവശ്യമുള്ള ആളുകൾ നിങ്ങളുടെ അടുത്ത് വന്ന് അവരുടെ പ്രശ്നങ്ങളും പരാതികളും പറയുമ്പോൾ നിങ്ങൾ അവരെ ഹീൽ ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം നിങ്ങളും ഹീൽ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമുണ്ട് എന്നും കൂടി ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളും യു ആർ സപ്പോസ് ടു ബി ഹീൽഡ്, നിങ്ങളും ഹീൽ ചെയ്യപ്പെടേണ്ടതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങളും മുറിവേറ്റ ആളാണ്, നിങ്ങളുടെ മുറിവുകളൊന്നും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുമ്പോൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഉള്ളിലും മുറിവേറ്റിട്ടുള്ള വലിയൊരു മുറിപ്പാട് കിടപ്പുണ്ട്, അതൊന്ന് ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പണം വെയിറ്റ് ചെയ്തിരുന്ന പണം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്, നിങ്ങൾ കാത്തിരുന്ന കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. അതൊരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കും. നമ്മൾ ആദ്യമേ കണ്ടു പുതിയ തുടക്കം എന്ന്. ഒരു ജോബ് ഓഫർ നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ അതായിരിക്കാം, ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പണം, നിങ്ങൾ കാത്തിരുന്ന പണം നിങ്ങളിലേക്ക് വരുന്നതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പണം, കമ്മിറ്റ്മെൻറ്റ്, ഒരു വ്യക്തി ഒക്കെ നിങ്ങളിലേക്ക് മെല്ലെ മെല്ലെ സമയമെടുത്ത് കാത്തിരുന്നത് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ഹെർമിറ്റാണ്. ഇത് ഒരു സ്പിരിച്വൽ ഗുരുവിനെ നിങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ്, ഒരു ഗൈഡൻസ് എടുക്കുന്നു എന്നുള്ളതാണ്, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള പേഴ്സണുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളതാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ ആത്മപരിശോധന നടത്തുന്നു എന്നുള്ളതാണ്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുക, നിങ്ങൾ ആത്മപരിശോധന നടത്തുക, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നൊക്കെ നിങ്ങൾ ഇന്ന് ആത്മപരിശോധന നടത്താൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. സ്പിരിച്വൽ ആയിട്ടുള്ളൊരു പേഴ്സണെ നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. നിങ്ങളൊരു മെൻറ്ററിനെ കാണുന്നതാകാം, നിങ്ങൾക്ക് ഒരു മെൻറ്ററിനെ, നിങ്ങൾ തന്നെ ഒരു മെൻറ്റർ ആവുന്നതാവാം, നിങ്ങളൊരു മെൻറ്ററിനെ കണ്ടുപിടിക്കുന്നതും ആകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് ഹെർമിറ്റ് എനർജി പറയുന്നത്. പൊട്ടം വന്നിരിക്കുന്നത് മജീഷ്യനാണ്. അപ്പോൾ ഇന്നൊരു ക്രിയേറ്ററിൻ്റെ എനർജിയിലാണ്. നിങ്ങൾ പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ നടത്തുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും പുതിയ പുതിയ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും പ്രത്യേകം പൂജകൾ നടത്തുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് കൂടാതെ നിങ്ങൾ ചിലപ്പോൾ ഇന്ന് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കള്ളം പറയുക, വെറുതെ കള്ളം പറയുക. ആവശ്യമൊന്നും ഇല്ലായിരിക്കും എങ്കിൽ പോലും വെറുതെ ഇരുന്ന് കള്ളം പറയുക, സൊറ പറയുക, അതിൻ്റെ കൂടെ കുറച്ച് കള്ളം കൂടെ പറയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ കള്ളം പറയുമ്പോൾ സൂക്ഷിക്കുക. ആ കള്ളം നിരുപദ്രവകരമാണെങ്കിൽ പോലും അതൊരു മോശം കാര്യമാണ്. ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയേണ്ട ആവശ്യം ഇല്ലാത്തൊരു തരം മാനിഫെസ്റ്റേഷനാണ് അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറലായിട്ടുള്ളൊരു റീഡിംഗ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ ഗൈഡൻസ്, യൂണിവേഴ്സൽ ഗൈഡൻസ് നേരിട്ടുള്ളത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ ഞാൻ ഏഞ്ചൽസ് ഗൈഡൻസ് എടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്.